നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള വ്യക്തമായ പദ്ധതികളുമായാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നതെന്ന് AICC പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP. കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീരാജരാജേശ്വരി ക്ഷേത്രത്തിൽ അവധിക്കാല സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. ഇരിങ്ങാലക്കുടയിൽ എക്സൈസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ ട്രെയിനിന്റെ ദിനത്തിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച വിദേശ മദ്യവുമായി യുവാവ് പിടിയിലായി. ദേശീയപാത പുതുക്കാട് കുറുമാലിയിൽ കണ്ടെയ്നർ ലോറിയിൽ കാറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. പാചകവാതക പ്രതിസന്ധി കേന്ദ്ര സർക്കാർ ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF കഴിമ്പ്രം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. കഴിമ്പ്രം സ്കൂൾ പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി CPIM ഏരിയ കമ്മിറ്റി അംഗം PS അജിത് ഉദ്ഘാടനം ചെയ്തു. തൃശ്ശൂരിൽ നിന്ന് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലെ പാർലമെന്റ് MP, രാജ്യത്ത് പ്രകൃതിവാതക സഹമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയോട് ഇത്തരം കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോ മറ്റുള്ള ആളുകളോ ചോദിച്ചാൽ അത് തൻ്റെ മന്ത്രിമന്ദിരത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ വന്ന് ചോദിക്കണം എന്ന വിഡ്ഢിത്തരം നിറഞ്ഞ, ജനങ്ങളോട് യാതൊരു സഹാനുഭൂതിയുമില്ലാത്ത ഈ വിഷയങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു മനോഭാവമാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ രാജ്യത്തെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഇത്തരം അനാവസ്ഥകൾ അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യകരമായ രീതിയിലേക്ക് പാചകവാത പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ട് അവരിലേക്ക് എത്തിക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു നടപടിയും എടുക്കാത്ത കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടവും ജനങ്ങളോട് കൊഞ്ഞനം കുത്തുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മുബീഷ് പനക്കൽ അധ്യക്ഷത വഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളായ VV പ്രഭാഷ്, VV ചിദംബരൻ മാസ്റ്റർ, UK ഷാജു, റാണി ടീച്ചർ, KK ശ്രുതി എന്നിവർ സംസാരിച്ചു. ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള വ്യക്തമായ പദ്ധതികളുമായാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നതെന്ന് AICC പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP. UDF കൈപ്പമംഗലം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TM നാസറിന് വോട്ടഭ്യർത്ഥിച്ചു നടത്തിയ റോഡ് ഷോയിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഒരുപിടി വികസന പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ ഒപ്പം നിന്ന് വളർന്നു വന്ന നേതാവായ TM നാസറിനെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ശ്രീനാരായണപുരം അഞ്ചങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ വിവിധ ഇടങ്ങളിലൂടെ സഞ്ചരിച്ച് മതിലകത്ത് സമാപിച്ചു. സ്ഥാനാർത്ഥി TM നാസർ, നേതാക്കളായ ജോസ് വെള്ളൂർ, NK അബ്ദുൽ സലാം, ശോഭ സുബിൻ, മുജീബ് റഹ്മാൻ, PV മൊയ്തു തുടങ്ങിയവർ റോഡ് ഷോയിൽ പങ്കെടുത്തു. ഞാനിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി TM നാസറിനെ വിജയിപ്പിക്കാനാണ്. നിങ്ങൾ അദ്ദേഹത്തെ എണ്ണി കണ്ടെന്ന് അറിയും. അദ്ദേഹം നിങ്ങളുടെ ഇടയിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം വഴിക്ക് വന്നൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ഒപ്പം എല്ലാ കാര്യത്തിലും നിന്നിട്ടുണ്ട്. കർഷക ബാങ്കിന് സേവനം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലും സേവനം ചെയ്തിട്ടുണ്ട്. ജനങ്ങളൊപ്പം നിന്ന് വളർന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ആശങ്കയും എല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ ശബ്ദം നിയമസഭയിൽ കേൾപ്പിക്കാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് TM നാസർ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ നിങ്ങളോടൊപ്പം നേരിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളുടെ എല്ലാ വിധത്തിലും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ കഴിവുള്ള കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീരാജരാജേശ്വരി ക്ഷേത്രത്തിൽ അവധിക്കാല സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. ജാതിമത വ്യത്യാസമില്ലാതെ 100ഓളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാഷുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ VU ഗീത ടീച്ചർ സ്വാഗതം പറഞ്ഞു.
പോലീസ് അക്കാദമി ട്രെയിനിംഗ് ഫാക്കൽറ്റി കൗൺസിലറും കൂടിയായ സൂര്യ വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം സെക്രട്ടറി VR രാധാകൃഷ്ണൻ, ഖജാൻജി ഹരിദാസും പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചു. തുടർന്ന് വനിതാ വിംഗ് കൺവീനർ ശാന്ത ജയപ്രകാശൻ നന്ദി പറഞ്ഞു. കുട്ടികൾക്ക് വേണ്ടി ധാരാളം ക്ലാസുകളും കളികളും ഒരുക്കിയിട്ടുണ്ട്. നല്ല വ്യക്തിത്വങ്ങളായിട്ട് മാറുകയും ചെയ്യുക. അതിനുവേണ്ടി ഇവിടെ ഇത്ര നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളോട് ഒരുപാട് ആത്മാർത്ഥമായിട്ട് നന്ദി, ഇതിന്റെ അഭിനന്ദനങ്ങളും പറയുകയാണ്. അപ്പൊ ഒരുപാട് സന്തോഷം, ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാനായിട്ട് എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതിനെന്നെ വിളിച്ച ടീച്ചറോട് ഞാൻ നന്ദി പറയാണ്. അപ്പോൾ ഈ ദ്വിദിന സഹവാസ ക്യാമ്പ് വളരെ നല്ല രീതിയിൽ ഒരുപാട് മൂല്യങ്ങൾ ലഭിക്കുന്ന നല്ലൊരു ക്യാമ്പാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദ്വിദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാനിപ്പോ ഇവിടെ പറയുകയാണ്. ഒരുപാട് സന്തോഷം. ഇരിങ്ങാലക്കുടയിൽ എക്സൈസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ ഡ്രൈഡേ ദിനത്തിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച വിദേശ മദ്യവുമായി യുവാവ് പിടിയിലായി. പാങ്ങോട് സ്വദേശി സുനിൽകുമാറിനെയാണ് ഇരിങ്ങാലക്കുട എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. വെള്ളാങ്കല്ലൂർ കോണത്തുകുന്നു നിന്നുമാണ് 35 കുപ്പി മദ്യം പിടിച്ചെടുത്തത്. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ അഭിജിത്ത് സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൊടുങ്ങല്ലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാർ റോഡ് ഷോ നടത്തി. ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ പൊയ്യ, കുഴൂർ, അന്നമനട, മാള, പുത്തൻചിറ, വെള്ളാങ്കല്ലൂർ പഞ്ചായത്തുകളിലൂടെ കൊടുങ്ങല്ലൂർ വരെയാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. CPM മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി CK സന്തോഷ് സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കാപ്പ ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധ കുറ്റവാളി മുഹമ്മദ് ഷാഫിയെ നാടുകടത്തി. റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG T നാരായണനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ദേശീയപാത പുതുക്കാട് കുറുമാലിയിൽ കണ്ടെയ്നർ ലോറിയും കാറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ആനന്ദപുരം വെള്ളയത്ത് വീട്ടിൽ നാരായണൻ, ഭാര്യ ലതിക എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനന്ദപുരത്തേക്ക് പോയിരുന്ന കാറിൽ പുറകെ വന്നിരുന്ന കണ്ടെയ്നർ ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ ഡിവൈഡറിലെ കാനയിലേക്ക് മറിഞ്ഞു. പരിക്കേറ്റ കാർ യാത്രക്കാരെ നാട്ടുകാർ ചേർന്നാണ് കാറിൽ നിന്നും പുറത്തെടുത്തത്. അപകടത്തിൽ കാറിന് കേടുപാടുകൾ സംഭവിച്ചു. ഈ കണ്ടെയ്നർ ലോറി മുമ്പും മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതായി നാട്ടുകാർ പറയുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. ഓടിക്കൊണ്ടിരുന്ന ബസിന്റെ ടയർ പൊട്ടി യാത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പരിക്ക്. തൃശൂരിൽ നിന്നും ചാവക്കാട് ഭാഗത്തേക്ക് പോയിരുന്ന ബസിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ പറപ്പൂർ പള്ളിക്കടുത്ത് വെച്ചാണ് സംഭവം. ബസിന്റെ പിൻഭാഗത്തെ ടയറാണ് പൊട്ടിയത്. ടയറിന് മുകളിലെ മഡ്ഗാർഡ് ഭാഗത്തെ സീറ്റിൽ ഇരുന്നിരുന്ന കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ടയർ പൊട്ടിയപ്പോഴുണ്ടായ ഉയർന്ന മർദ്ദത്തിൽ ഇരുമ്പിന്റെ മഡ്ഗാർഡ് തകർന്നാണ് കുട്ടികൾക്ക് പരിക്കേറ്റത്. കാലിൽ പരിക്കേറ്റ എളവള്ളി സ്വദേശി കല്ലായി വീട്ടിൽ പ്രജുവിന്റെ മകൻ പ്രവീൺ, പാങ്ങ് തിരുനെല്ലൂർ സ്വദേശി ഊരുപറമ്പിൽ വീട്ടിൽ അശോകൻ മകൻ അജിൻ എന്നിവരെ പറപ്പൂർ ആക്സ് പ്രവർത്തകർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേർപ്പ് ചവൂരിൽ വാനിടിച്ച് പത്രവിതരണക്കാരന് പരിക്ക്. തായംകുളങ്ങര കേന്ദ്രമാക്കി പത്രവിതരണം നടത്തുന്ന ജിമ്മിക്കാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂർ എലൈറ്റ് മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച പുലർച്ചെ 5:30യോടെയായിരുന്നു അപകടം. സ്കൂട്ടറിൽ പത്രവിതരണം നടത്തുന്നതിനിടെ തൃശൂർ ഭാഗത്തേക്ക് വന്നിരുന്ന വാൻ ആണ് ഇടിച്ചത്. അരിമ്പൂരിൽ സ്വകാര്യ ബസിന്റെ പുറകിൽ ഓട്ടോയിടിച്ച് 3 പേർക്ക് പരിക്ക്. ഓട്ടോ ഡ്രൈവർ വാടാനപ്പള്ളി മനാഫ്, യാത്രക്കാരായ അറക്കവീട്ടിൽ ഷൈല, സഹോദരി ഷെറീന എന്നിവരെ പരിക്കേറ്റതിനെ തുടർന്ന് ഉളരിക്കര മദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2-ന് അറവ് ആറാങ്കല്ലിൽ വെച്ച് തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന സെന്റ് റാഫേൽ ബസിന്റെ പുറകിൽ അതേ ദിശയിൽ യാത്രക്കാരുമായി വന്ന ഓട്ടോറിക്ഷ ഇടിച്ചായിരുന്നു അപകടം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നാട്ടിക നിയോജക മണ്ഡലം യൂത്ത് വിങ്ങിന്റെയും മെഡിടെക് മുപ്പത്തടം ലാബിന്റെയും നേതൃത്വത്തിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് നടത്തി. വലപ്പാട് ചന്തപ്പടിയിൽ നടത്തിയ ക്യാമ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹിബ ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ താജുദ്ദീൻ കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ സെക്രട്ടറി ഷാജഹാൻ അബ്ദുൽ ഖാദർ ക്ലാസ് എടുത്തു. ജനറൽ കൺവീനർ അരുൺ P, യൂത്ത് വിംഗ് വലപ്പാട് യൂണിറ്റ് പ്രസിഡന്റ് റിഹാസ് വലപ്പാട്, ജിജോ വലപ്പാട്, യൂത്ത് വിംഗ് തളിക്കുളം യൂണിറ്റ് പ്രസിഡന്റ് അനിൽകുമാർ, യൂത്ത് വിംഗ് നാട്ടിക നിയോജക മണ്ഡലം ട്രഷറർ ശ്രീരജ് എന്നിവർ സംസാരിച്ചു. യേശു ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിച്ചു.
യേശു തന്റെ 12 ശിഷ്യന്മാരുടെ കാൽ കഴുകി അവർക്കൊപ്പം അത്താഴം കഴിച്ചതിന്റെ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും ഓർമ്മദിനം കൂടിയാണ് പെസഹയായി ആചരിക്കുന്നത്. അന്ത്യത്താഴത്തിന്റെ സ്മരണയിൽ ദേവാലയങ്ങളിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥന നടത്തി. ക്രൈസ്തവർ വീടുകളിൽ വൈകിട്ട് പെസഹ അപ്പം മുറിച്ചു. ദേവാലയങ്ങളിൽ കാലുകളുടെ ശുശ്രൂഷയും ഉണ്ടായി. യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകി ചുംബിച്ചു. വിനയത്തിന്റെ മാതൃക നൽകിയതിന്റെ ഓർമ്മ പുതുക്കലാണ് കാൽ കഴുകൽ ശുശ്രൂഷ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ സ്വീപ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സ്വീപ് തൃശൂർ സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജവഹർ ബാലഭവനിൽ ഒരുക്കിയ ഏകദിന ഫോട്ടോ പ്രദർശനത്തിൽ ഇലക്ഷന്റെ ചരിത്രം വിളിച്ചോതുന്ന ചിത്രങ്ങൾക്ക് പുറമെ ബോർഡ് ഗെയിമുകൾ, വിർച്വൽ റിയാലിറ്റി അനുഭവങ്ങൾ തുടങ്ങിയ വിവിധ ആകർഷകമായ പരിപാടികളും ഒരുക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് പൊതുജനങ്ങളെ അവബോധരാക്കുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യം വെച്ചിരുന്നത്. അസിസ്റ്റന്റ് കളക്ടറും സ്വീപിന്റെ നോഡൽ ഓഫീസറുമായ സ്വാതി മോഹൻ റാത്തോഡ്, സ്വീപിന്റെ ജില്ലാ അംഗങ്ങൾ, ജില്ലയിലെ വിവിധ കോളേജിലെ വിദ്യാർത്ഥികളും ഫോട്ടോ പ്രദർശനം കാണാനെത്തിയിരുന്നു. പാചകവാതക ക്ഷാമം രാജ്യത്ത് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടിക നിയോജക മണ്ഡലത്തിൽ 225 ബൂത്ത് കേന്ദ്രങ്ങളിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. LPG ക്ഷാമം നാട്ടിൽ രൂക്ഷമാവുകയും വീടുകളിൽ നിത്യേനയുള്ള ജീവിതശൈലിയിൽ താളം തെറ്റിക്കുന്നു. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ, ക്രിമിറ്റോറിയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിക്കുന്ന വാതകങ്ങളുടെ ലഭ്യതയിൽ പ്രതിസന്ധി നേരിട്ടു തുടങ്ങി. ഹോട്ടലുകൾ 60% ഭാഗികമായി അടച്ചുപൂട്ടി. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 65% വാതക ലഭ്യത പാലിക്കപ്പെടാത്ത സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ ബുദ്ധിമുട്ടിലായിരുന്ന സാഹചര്യം തുടരുകയാണ്. കൃത്യമായ ഇടപെടലോ ചർച്ചകൾക്കോ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയാണ് നിലവിലെ പാചകവാതക സിലിണ്ടറുകൾ ലഭ്യതയ്ക്ക് കാരണം. ബുക്ക് ചെയ്ത് ആഴ്ചകളോളം കാത്തിരിക്കുന്ന ഈ സ്ഥിതി ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ഗ്രാമ കേന്ദ്രങ്ങളിൽ പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് LDF മുന്നറിയിപ്പ് നൽകി. നാട്ടിക മണ്ഡലത്തിലെ ഇടതുപക്ഷ നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിലെ സമരങ്ങളിൽ പങ്കെടുത്ത് സംസാരിച്ചു. നാട്ടിക നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി അന്തിക്കാട്, ചേർപ്പ് പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. പ്രദേശത്തെ വീടുകളിലെത്തി വോട്ടർമാരുമായി നേരിട്ട് ആശയവിനിമയം നടത്തുകയും വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച നിലപാടുകൾ വിശദീകരിക്കുകയും ചെയ്തു. പര്യടനത്തിനിടെ പനംകുളം, കിടാക്കുളകന, ചേർപ്പ് പ്രദേശങ്ങളിലെ വിവിധ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തതോടൊപ്പം ഗ്യാസ് വിതരണത്തിലെ കേന്ദ്ര അനാസ്ഥയ്ക്കെതിരെ സംഘടിപ്പിച്ച അടുപ്പുകൂട്ടി സമരത്തിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു. മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം, ക്ഷേമ പദ്ധതികൾ, തൊഴിലവസരങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ മുൻനിർത്തിയാണ് പ്രചരണം ശക്തമാക്കിയത്. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സ്വീകരണങ്ങളിൽ LDF പ്രവർത്തകരും നാട്ടുകാരും വലിയ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റത്. KK അനിൽ, M നാരായണദാസ്, M മധു, VM വിനോദ്, PK ലോഹിതാക്ഷൻ, PA ഷമീർ, PS സനത് തുടങ്ങിയ LDF നേതാക്കളും പ്രവർത്തകരും പര്യടനത്തിൽ പങ്കെടുത്തു. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രസഹയാഗം ആചരിച്ചു. അടിവാരം പള്ളിയിൽ നടന്ന കാലുകഴുകൽ ശുശ്രൂഷയ്ക്കും തീർത്ഥാടനത്തിനും ഫാദർ ജെയ്സൺ കവലക്കാട്ട് മുഖ്യ കാർമ്മികനായി. സഹവികാരിമാരായ ഫാദർ ടോം കുണ്ടോളി, ഫാദർ ജിതിൻ കുനിശ്ശേരി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന കാലുകഴുകൽ ശുശ്രൂഷയിൽ സഹവികാരി ഫാദർ ജിതിൻ കുനിശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചാലിശ്ശേരിയിൽ ഹൈക്കോടതി വിധി ലംഘിച്ച് ഓർത്തഡോക്സ് വിഭാഗം പള്ളി പൂട്ടിയിട്ടു. സെമിത്തേരിയിൽ പ്രവേശിക്കാൻ കഴിയാതെ യാക്കോബായ വിശ്വാസികൾ മാതൃദേവാലയത്തിന് മുന്നിൽ പ്രാർത്ഥനായജ്ഞം ആരംഭിച്ചു. പീഡാനുഭവ വാരത്തോടനുബന്ധിച്ച് 4 ദിവസം സെമിത്തേരിയിൽ പ്രവേശിക്കാൻ ബുധനാഴ്ച ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അനുമതി നൽകിയിരുന്നു. പെസഹ വ്യാഴം തിരുകർമ്മങ്ങൾ കഴിഞ്ഞ് മാതൃദേവാലയത്തിൽ എത്തുന്നതിന് മുമ്പ് ഓർത്തഡോക്സ് വിഭാഗം പള്ളി പൂട്ടിയിട്ട് പോവുകയായിരുന്നുവെന്ന് യാക്കോബ വിഭാഗം ആരോപിച്ചു. യാക്കോബ വിശ്വാസികൾ പള്ളിക്ക് മുൻപിൽ ധൂപപ്രാർത്ഥന നടത്തി. വികാരി ഫാദർ എബ്രഹാം യാക്കോബ പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി TU ഷലമു, സെക്രട്ടറി ടൈറ്റസ് ഡേവിസ് എന്നിവർ പ്രാർത്ഥനാ യജ്ഞത്തിന് നേതൃത്വം നൽകി. സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 18ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഹൈകിക്ക് സബ് ജൂനിയർ വിഭാഗത്തിൽ മതിലകം സെന്റ് ജോസഫ് സ്കൂളിന് സ്വർണ്ണ മെഡൽ. 18ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഹൈകിക്ക് സബ് ജൂനിയർ വിഭാഗത്തിൽ മതിലകം സെന്റ് ജോസഫിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീഹരി റെക്കോർഡോടെ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പോഴങ്കാവ് തങ്കരാജൻ സ്മിത ദമ്പതികളുടെ മകനാണ് ശ്രീഹരി. വർഷങ്ങളായി പോഴങ്കാവിലെ കുന്നത്ത് കളരിയിലാണ് ശ്രീഹരി കളരി അഭ്യസിക്കുന്നത്. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും VD സതീശനും മത്സരിച്ച് നുണ പറഞ്ഞാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ഡോക്ടർ ബിജു കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു.
LDF ശ്രീനാരായണപുരം പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പട്ടിണി മാറ്റാൻ 1930-ൽ AKGയുടെ നേതൃത്വത്തിൽ നടത്തിയ പട്ടികജാതിക്ക് സമാനമായ ദരിദ്രമാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്നതെന്നും ബിജു കൃഷ്ണൻ പറഞ്ഞു. LDF വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും പറഞ്ഞ് തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മൂന്നാം LDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്നും ബിജു കൃഷ്ണൻ പറഞ്ഞു. 2 മേഖലകളിൽ നടന്ന റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. MR ജോഷി അധ്യക്ഷത വഹിച്ചു. TN ജയദേവൻ, TK ചന്ദ്രശേഖരൻ, സ്ഥാനാർത്ഥി KK വത്സരാജ്, TK സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം കുരുക്കുഴി AMUP സ്കൂളിന്റെ വാർഷിക ആഘോഷം ചലച്ചിത്ര താരം നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KS സുവിൻ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. ചിത്രകാരനും ശില്പിയുമായ ഡാവിഞ്ചി സുരേഷിനെ ചടങ്ങിൽ ആദരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി അമ്പിളി, പ്രധാന അധ്യാപിക ഷൈജി ചാക്കോ, സംഘാടക കമ്മിറ്റി ചെയർമാൻ KK അഫ്സൽ, കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കരിയ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള വ്യക്തമായ പദ്ധതികളുമായാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നതെന്ന് AICC പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP. കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീരാജരാജേശ്വരി ക്ഷേത്രത്തിൽ അവധിക്കാല സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. ഇരിങ്ങാലക്കുടയിൽ എക്സൈസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ ട്രെയിൻഡേ ദിനത്തിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച വിദേശ മദ്യവുമായി യുവാവ് പിടിയിലായി. ദേശീയപാത പുതുക്കാട് കുറുമാലിയിൽ കണ്ടെയ്നർ ലോറിയിൽ കാറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.